പലപ്പോഴും നമ്മൾ കുഞ്ഞു കുട്ടികളെ പോലെയാണ്. കുട്ടികളോട് അമ്മമാർ പറയും കടയിൽ പോകാൻ പറയും. കടയിൽ പോകാം അമ്മേ, എന്നാ എനിക്ക് മിഠായി വാങ്ങാനുള്ള പൈസ കൂടി തരണം. മിഠായി വാങ്ങാനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോകാം. പള്ളി വന്നാലും ഇത് തന്നെയാണ്. ഞാൻ പ്രാർത്ഥിക്കാം, ഈ കാര്യം എനിക്ക് നടത്തി തരണം കേട്ടോ. ഒരു കരാറ് നമ്മൾ ഒപ്പിടാണ് ദൈവമായിട്ട്. ഞാൻ ബൈബിള് വായിക്കാം, ഈ കാര്യം എനിക്ക് നടത്തി തരണം. നമ്മളിങ്ങനെ കരാർ ഒപ്പിടുന്ന സ്ഥലമാണോ? ഈ കരാർ ഒപ്പിടുമ്പോൾ കച്ചവട സ്ഥലമായിട്ട് മാറുക. ഈ കച്ചവടക്കാരെയാണ് ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയത്. നമ്മൾ കരാർ ഒപ്പിടാൻ വേണ്ടി വരുന്നതെല്ലാം ഈ ദേവാലയത്തിൽ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, എൻ്റെ ദൈവത്തെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ. ആ സ്നേഹിക്കുമ്പോൾ ദൈവം നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് തരുമെന്നുള്ളതാണ്. 9 നൊവേന, 33 വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ ദൈവവചന വായനകൾ, അല്ലെങ്കിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ, കരുണക്കൊന്ത, കേട്ടതൊക്കെ ചൊല്ലി ഒരു കരാർ ഒപ്പിട്ട വ്യക്തിയായിട്ട് നമ്മൾ മാറാതിരിക്കുക. കരാറുകൾ ഒപ്പിടുമ്പോൾ സ്നേഹത്തിന് ആഴമുണ്ടാകില്ല. ആ കരാറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കരാറ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വഴിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ സ്നേഹമാണ് അത് നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത്. സ്നേഹം നിറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവനെ കാണാതെ വരാതെയാവും. അല്ലെങ്കിൽ ഏത് സമയത്തും ഈ ദേവാലയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓടിയെത്തുന്ന സമയമുണ്ടാകും. അവിടെ കരാറുകളില്ല, സ്നേഹം മാത്രമാണ് നിറയേണ്ടത്. അതുകൊണ്ട് കച്ചവടക്കാരായിട്ട് മാറരുത്. നമ്മുടെ ഭക്തി ഒരു കച്ചവടമാക്കി നമ്മൾ മാറ്റരുത്. അറിയാതെ പോകുന്നതാ. ഒരു കാര്യം കൂടി ഓർക്കുക, ദൈവം ഒന്നും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നിന്റെ സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കുറേ മെഴുകുതിരി കത്തിക്കാമെന്ന് പറയുമ്പോൾ ആ മെഴുകുതിരിയല്ല ദൈവം പ്രീതിപ്പെടുന്നത്. നിന്റെ ഉള്ളിലെ സ്നേഹമാണെന്ന് മനസ്സിലാക്കുക. കുറേ പൈസ കൊണ്ടുവന്ന് നേർച്ചയിടാമെന്ന് പറയുമ്പോൾ ആ പണമല്ല ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നത്. നിന്റെ ഉള്ളിലെ സ്നേഹമാണെന്ന് നീ മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥമായ ഭക്തി. പ്രാർത്ഥിക്കുക.